നീലിമ 2 പേന ഉണ്ടോ? ഇല്ല. എനിക്ക് 2 പേന ഉണ്ട്, ഒന്ന് ഞാൻ തരട്ടെ? വേണ്ട. അപ്പോൾ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാംബൽ, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാറിപ്പോകാതെ നോക്കണം കേട്ടോ. ഈ പൊട്ടം കളിക്കാൻ അല്ല, നിങ്ങൾ പൊട്ടം കളിക്കാനാ? ഞാൻ പറയണത് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല, ഒറിജിനൽ പൊട്ടിയോ പൊട്ടനാണോ നിങ്ങൾ? എന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ്? കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിക്കുകയല്ലേ, അപ്പൊ അത് ഉൾക്കൊള്ളണ്ടേ? എന്താ മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്കെത്ര മനസ്സിലായത്? സാറ് മട്ട ആരോ കേൾക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് പറയുന്നല്ലേ. ഉണ്ടാ, അന്യ സംസ്ഥാനക്കാർക്ക് മനസ്സിലായി, എന്നിട്ട് നിനക്കൊന്നും മനസ്സിലാവില്ല. വായിക്കാൻ പറ്റിയ സമയം എന്നാ ഓഫീസ് പരമായിട്ട് എന്തെങ്കിലും ആയിരിക്കും. ആരാ വായിക്കണം? ഞാൻ പടുങ്ക സാർ. നീ പടുക? വായിക്കാന്ന് എന്നാ പട്. ഇരുന്ന് വായിച്ചാ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട വിലയേറിയ സമയത്ത് വിലയേറിയ സമയത്തല്ല, വിളയെന്ന് പറഞ്ഞാൽ പറമ്പ്, അതല്ല, വിലയേറിയ സമയത്ത് ഇത്ര കോമാളിത്തറ കാണിച്ചു കൂട്ടുന്ന നിങ്ങളെ പോലുള്ള ആളുകൾ അധ്യാപക വൃന്ദത്തിന് ഒരു അപമാനമാണ്. നിന്റെ കത്ത് വായനല്ല, ഇങ്ങോട്ട് പറ. എടാ, കത്ത് വായിച്ചപ്പോ എന്നെ പറ്റിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്ന? പിന്നെ എന്തിനാണ് നിർത്താത്തത്? നീ എന്തിനു വായിച്ചത്? സാറ് പറഞ്ഞിട്ടില്ല ഞാൻ വായിച്ചത്. എടാ, ഈ സ്ഥാപനത്തിൽ ഈ സർവകലാ വല്ലഭ കലാശാല ഇറങ്ങടാ, ഇറങ്ങ. നീ ഇവിടെ ഇറങ്ങടാ. എന്റെ പഠിത്തം പിന്നെ IAS പഠിക്കാതെ നീ ഇറങ്ങി വേടാ. എന്നെ കണ്ടുപോയത് ഇവിടെ ചുമ്മാ ആളൊന്നും ബഹളം വയ്ക്കുക. എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കണേ? എന്തിനാ ബഹളം വയ്ക്കണേ ഇവിടെ കിടന്ന്? മിണ്ടാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. എന്നാ പറ. ഒരു ലെറ്റർ കൊടുത്ത് വെച്ചില്ലേ, ഒരു ലെറ്റർ, അത് ഞാൻ വായിച്ചു. നീ വായിച്ചോ? വേണമെങ്കിൽ അല്ലടാ, എനിക്കില്ലോ രേസി വെച്ചൂടാ. ഗൾഫിലൊക്കെ ഒന്ന് പോയി വെക്കണം, സമയം കിട്ടും. 5-6 രേസിയ ഒരു ഓട്ടോറിക്ഷയിൽ, അറിയാ? ആ പോടി. സർവകലാ ഹലാലോ. എന്തെങ്കിലും ഹലാക്കാട്ടെ. ഇവിടെ ഒരു ഉസ്താദ്മാരെയും കാണുന്നില്ലല്ലോ. ഒരു ഉസ്താദി വരുന്നുണ്ട്. എന്തേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം കോയക്കുട്ടി, അഡ്മിഷൻ എടുക്കാൻ. പുതിയ അഡ്മിഷൻ ആണല്ലേ? എന്നാ വാ, ഓഫീസിലേക്ക്. വാ. ജീവിതമാണ് എന്റെ സന്ദേശം. സാറിന്റെയോ? എന്റെ അല്ലടേ, ഇതാരെഴുതിയത്? മഹാത്മാഗാന്ധി. വെറുതെ എഴുതി വെച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. എടാ, ഇവിടെ അല്ലേ അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നിഷ ടീച്ചറാ. അല്ലെങ്കിലും സാറ് വെറും ഡമ്മിയാ. സാറ് കേൾക്കണ്ട കേട്ടോ. സാറ് കേട്ട്
എന്താന്ന് പറഞ്ഞു? ക്ലിയർ ആയിട്ട് കേട്ടില്ല. എന്നെ പറ്റിയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അത് ഇവിടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നിശ ടീച്ചറാന്നു. സാറിന് ഒരു റോളും ഇല്ലാന്നു. ഞാനല്ല കേട്ടോ, ഇവനാ പറഞ്ഞതൊക്കെ. എടാ ഇപ്പൊ ഒരുത്തനെ ഇറങ്ങി വിട്ടേണ്ട. അപ്പൊ എവിടെയെങ്കിലും പോയി തണ്ടി തിരിക്കും. അതുപോലെ കാണൂടാ നിനക്കൊക്കെ 4 അക്ഷരം പഠിക്കടാ. കാറിന്റെ കാര്യം നോക്കിക്കൊണ്ട് കിടക്കാം. വലിയ BSc പഠിത്തക്കാരൻ 4ാം ക്ലാസ്സിലെ പിള്ളേരെ പാലിന് തീ പിടിച്ച പോലെ പോയി ഇപ്പൊ കാണാം. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കാൻ പറയും കുട്ടപ്പ സർ. ഓ പുതിയ അഡ്മിഷൻ അല്ലേ? എന്താ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, നമ്മൾ കുടിച്ചിട്ടാ വരുന്നത്. എന്നാലും 2 ചായ പറയാലേ. ഇവിടെ ചേർക്കണം, പഠിപ്പിക്കണം, ജോലി നേടണം. അതാ എന്റെ ലക്ഷ്യം. നല്ല ആഗ്രഹം. എന്റെ കുട്ടിക്ക് അതിന് നമ്മൾ എന്താ ഫീസ് തന്നാ മതി. പിന്നെ പഠിപ്പിക്കുന്നത് ഞങ്ങളാണല്ലോ. പഠിക്കേണ്ടത് കുട്ടി. കുട്ടി പഠിക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ. അതായത് ബിജുകുമാറും ഇവിടുത്തെ അധ്യാപന ഈ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നതൊക്കെ, ഈ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ. ബിജു സാറേ. അല്ല മോളൊന്ന് എണീറ്റേ. അല്ല മോളെ അല്ല ഇതൊന്ന് വായിക്കും. ഇത് വായിച്ചു നോക്ക്. വായിക്കേ, വായിച്ചു നോക്ക്. അത് സാറേ ഒറ്റയ്ക്ക് വായിച്ചാൽ മതി. അതെ, ഇവിടെ എത്തിയത് നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. നല്ല സ്ഥാപന, നോക്ക് നല്ലൊരു ഫീച്ചറുണ്ട്. ടീച്ചറാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പൊ ടീച്ചറോട് സംസാരിക്കും കാര്യം. സാർ വേറെ ആരും വായിക്കില്ല. ഓ, എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. എൻ്റെ നിഷമോളെ, മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞുവിടും. എന്തിനീ കത്ത്? പറയാൻ പേടിയാ? നാണാ? ഇവിടെ സീറ്റ് വിളിക്കാടാ. ഇന്നലെ സന്തോഷത്തിൻ്റെ ദിവസമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പിരിച്ചു വിടുന്നില്ല. വാ, കണ്ടു പറഞ്ഞു മേലാലെ. കത്ത് വീണ്ടും കിട്ടിയില്ലേ സാർ? ഞാൻ വായിക്കട്ടെ? നീ വായിച്ചു, ഞാൻ കണ്ട് കുറെ അനുഭവിച്ചു. നീ വായിച്ചു. ഇതാ കിളവൻ പ്രിൻസിപ്പാളിൻ്റെ കൈയക്ഷരമാണല്ലേ. നമസ്കാരം ടീച്ചർ, ഇന്ന് ആണ്ടല്ലൂർക്കാവ് ഉത്സവം. 5000 പേർക്ക് സദ്യ. പാചകപ്രമാണിയായ ഞാൻ തന്നെ നേതൃത്വം കൊടുക്കണം. നാട്ടുകാർക്ക് ഒരേ നിർബന്ധം, ടീച്ചറെ പ്രാർത്ഥന ഉണ്ടാകണം. പാറട്ട കിളവ് എന്നോട് ഒരു വാക്ക് പറയാതെ പോയത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിഷ ടീച്ചർ അല്ലാതെ ഒരു തെണ്ടിയും ഈ കസേരയിൽ ഇരുന്ന് പോവരുത്. ഓ, ഇപ്പൊ വെറുതെ കയറുന്നതല്ല, വാഴിച്ചിരുത്തിയതാണ്. അതാണ് ഈ അഹങ്കാരം. പിന്നെ ആ വിഡ്ഢിക്കുഷ്മാണ്ഡം ബിജുകുമാറുമായി ഒരു വഴക്കിനും പോവരുത്. വേസ്റ്റ്. ഇതൊരു അറിയിപ്പാണ്, തന്നെ ചരമ അറിയിപ്പാടോ. ആ നേരത്ത് മോളാ ആരാ മോള്? കോളേജ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വിശ്വസ്തയോടെ പ്രിൻസിപ്പാൾ കുട്ടപ്പൻ എമ്മ. എമ്മനോടോ മാമനാണോടോ? എടി കാവാലികേ, നീ എന്നെ ഉപ്പുപ്പായി ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്ക് അഡ്മിഷൻ തരാം. സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ഉപ്പുപ്പായിക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല. നമ്മളെ പേരക്കുട്ടീൻ്റെ അടുത്ത് ഇരുന്നോളാം, വേറെ ആരുടെ അടുത്ത് ഇരിക്കുന്നില്ല. പോരെ? ഉപ്പുപ്പ പേരക്കുട്ടീൻ്റെ അടുത്ത് ഇരുന്നോ? അത് വീട്ടില്. പക്ഷെ ഇവിടെ അത് പറ്റില്ല എന്നാ പറഞ്ഞേ. അതെന്ത് വർത്താനങ്ങൾ പറയുന്നത്? അതൊരു ശരിയുണ്ട്. അത് ഞാൻ മലയാളത്തിലല്ലേ ഉപ്പുപ്പാന്റെ അടുത്ത് പറഞ്ഞത്. ഒരു കാരണവശാലും ഈ സർവകലാ വല്ലഭ കലാശാലയിൽ ഉപ്പുപ്പായിക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല. ഈ ഈ ഹലാക്കില് നമ്മൾ ഇരുന്ന കൊണ്ട് ഈ ഭൂമി തിരിയാണ്ട് നിൽക്കോ? തിരിയൂല.
തിരിയൂല. വാ കൈ വിട്ടെ. ആ ആ തിരിയും. ഉം. എന്തായി? ആ ഇവിടെ അഡ്മിഷൻ തരൂലെന്ന് ആര് പറഞ്ഞ്? ലൈബ്രറി. ഒരു മാത്രമല്ല, എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. വരിക, ആവൂ ഞാൻ നോക്കട്ടെ. അഡ്മിഷൻ കാശോടി പോകുക നമ്മൾ. ആ കുട്ടിയല്ലേ, വാ മോനെ. ഇവിടെ ഒന്നും തരൂല. വാ. ഇവിടെ ചോദിച്ചാലും തരൂല. തിരിച്ചോ? ഇവിടെ മൊത്തത്തേക്ക് ഭരിക്കല്ലേ? ഭരിച്ചോ? മനുഷ്യനെ മനസ്സിലാക്കണം ആദ്യം കേട്ടോ.